ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തിയിരുന്നു. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതെല്ലാം. അത് ശരി, ഒക്കെ എന്റെ തലയിൽ ഇട്ട് കാണില്ലേ? സംഭവം കേന്ദ്രമാണ് കൊണ്ടുവന്നെങ്കിലും ക്രെഡിറ്റ് നമുക്ക് ഇരിക്കട്ടെ. എന്ത് ക്രെഡിറ്റ്? ആ റോഡ് പൊളിഞ്ഞു, ഇപ്പൊ അത് പശ തേച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ വീടണോണായിക്കാ. ഇപ്പോ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് അത് LDFന്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വരാൻ തയ്യാറാകുന്നത്. അതിന് ആനല്ലേ? അതിന്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. പങ്കാളിത്തം ഉണ്ടെന്നല്ലേ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. അത് മാറ്റി പറയണം. അതൊക്കെ എപ്പോഴോ എയറിൽ വിട്ടു. അല്ലേലും കുറച്ചു കാലമായിട്ട് ഞങ്ങൾ എയറിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാൻ പറയാം. നിങ്ങൾ ഞാൻ എന്താച്ചാ പറഞ്ഞോളെ, ഞാൻ പോവാണ്. ക്യാമറ ഓണല്ലേ? അതിന്റെ പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ കേന്ദ്രത്തിന്റെയാണ്. ഇനി അത് നേരാവുകയാണെങ്കിൽ വീണ്ടും കേരളത്തിന്റെ ആവും. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ